Dear students, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഇൻട്രഡക്ഷൻ ചാപ്റ്ററിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ സിലബസ് നിങ്ങൾക്ക് അയച്ചു തന്നിരുന്നു. നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും അല്ലേ? നമുക്ക് ഈ സെമസ്റ്ററിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ 5 പ്രധാനപ്പെട്ട മൊഡ്യൂൾസാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രഡക്ടറി മൊഡ്യൂളാണ് ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഇൻട്രഡക്ടറി പാർട്ട്? അപ്പോൾ ബാക്കിയുള്ള മൊഡ്യൂൾസിൽ പഠിക്കാനുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ളൊരു സമ്മറൈസ്ഡ് വേർഷനാണ് ഇൻട്രഡക്ടറി പാർട്ടിൽ നമുക്ക് ലഭിക്കുക. നിങ്ങളത് സിലബസ് നോക്കിയപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അതുപോലെ തന്നെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ കുറച്ച് ഇൻട്രഡക്ഷൻ വീഡിയോസ് നമുക്ക് അയച്ചു തന്നിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയി സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഷോർട്ട് വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, സോ ഫിനാൻസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സാധാരണത്തിൽ നമുക്ക് മനസ്സിലാവുന്ന അല്ലെങ്കിൽ ഓർമ്മയിൽ വരുന്ന കാര്യം അല്ലെ ചില ടേംസ് ആണ്. ക്യാഷ്, മണി, ഫിനാൻസ് അല്ലേ, ഫണ്ട്, ഇങ്ങനെയുള്ള പല ടേംസും ഇതിനോട് ഇക്വേറ്റ് ചെയ്തിട്ടോ അസോസിയേറ്റ് ചെയ്തിട്ടോ ഒക്കെ പറയാറുണ്ട്. പക്ഷേ ഓരോന്നും വ്യത്യാസമാണ് നമുക്കറിയാം അല്ലേ? പക്ഷെ എങ്കിലും ഒരു ലേമൻ സെൻസിൽ നോക്കുകയാണെങ്കിൽ ഒരു കോമൺ മാനെ സംബന്ധിച്ചിടത്തോളം ഫണ്ട് എന്ന് പറഞ്ഞാലും ഫിനാൻസ് എന്ന് പറഞ്ഞാലും മണി എന്ന് പറഞ്ഞാലും ക്യാഷ് എന്ന് പറഞ്ഞാലും ഒക്കെ എന്താ ഒന്നേ തന്നെയാണ് അല്ലേ? പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫിനാൻസിൻ്റെ ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം വ്യത്യാസമായിട്ടുള്ളതാണ്. എങ്കിലും എന്താണ് ഈ മണിയുടെ പ്രത്യേകത? ക്ലിയർ? സോ മണി ടച്ചസ് എവറി ലൈഫ് വി ഡു അല്ലേ? നമുക്കറിയാം മണി എന്നുള്ളതൊരു വിനിമയ മാധ്യമമാണ് അല്ലേ? അതൊരു മീൻസ് ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയും. എക്കണോമിക്സിലൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ക്ലിയർ? സോ ഇറ്റ് ഇസ് എ മീൻസ് ഓഫ് എക്സ്ചേഞ്ച് സാധനങ്ങളോ സേവനങ്ങളോ ഒക്കെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മീഡിയമായിട്ടാണ് എന്ത് വന്നത്? മണി വരുന്നത്. ക്ലിയർ? കറൻസി വരുന്നത്. അപ്പോൾ ഈ മണി നമുക്കറിയാം, ഇന്ന് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ നോക്കുകയാണെ, ഡേ ടു ഡേ ലൈഫ് നോക്കുകയാണ്, സോഷ്യൽ ലൈഫിൽ നോക്കുകയാണെ, എക്കണോമിക് ലൈഫിൽ നോക്കുകയാണെ ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ എല്ലാ തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളെയും അല്ലേ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ബാധിക്കുന്ന, സ്വാധീനിക്കുന്ന, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. ക്ലിയർ? നമ്മുടെ ഫാമിലി ലൈഫ് ആയിക്കോട്ടെ, സോഷ്യൽ ലൈഫ് ആയിക്കോട്ടെ, ക്ലിയർ, ഏത് തരത്തിലുള്ള കാര്യത്തിലും അത് ബാധകമായിട്ട് വരും. ക്ലിയർ? സോ മണി ഈസ് ബിഹൈൻഡ് എവറിത്തിങ് വി സീ ക്ലിയർ ഈച്ച് ഡേ. ക്ലിയർ? നമ്മൾ ഏതൊരു കാര്യം എടുക്കുകയാണെങ്കിലും അല്ലേ, ഫോർ എക്സാമ്പിൾ നമ്മൾ വീട്ടിൽ നിന്നും കോളേജിലേക്ക് വരുന്നു വിചാരിക്കുക. അങ്ങനെ ആണെങ്കിൽ അങ്ങനെ വരുന്ന സമയത്ത് തന്നെ നമുക്ക് പോക്കറ്റ് മണി ആവശ്യമുണ്ട്. ക്ലിയർ? ബസ്സിൽ നമുക്ക് പൈസ കൊടുക്കേണ്ടതായിട്ട് വരുന്നു അല്ലേ, ഫെയർ കൊടുക്കേണ്ടതായിട്ട് വരുന്നു. ക്ലിയർ? അത് ബുക്സ് വാങ്ങിക്കണമെങ്കിൽ, പേന വാങ്ങിക്കണമെങ്കിൽ, പെൻസിൽ വാങ്ങിക്കണമെങ്കിൽ അല്ലേ, എല്ലാത്തിനും മണിയുടെ ആവശ്യം വേണ്ടി വരുന്നു. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ മോർണിംഗ് ടു ഈവനിങ് അല്ലെങ്കിൽ നൈറ്റ് വരെ നമ്മൾ നോക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും എന്ത് ഇൻവോൾവ് ചെയ്യപ്പെടുന്നുണ്ട്? മണിയുടെ ഒരു സാന്നിധ്യം നമുക്ക് കാണാൻ പറ്റും. ക്ലിയർ? സോ വി ഡോണ്ട് ഫിസിക്കലി ഒബ്സർവ് മണി ബിഹൈൻഡ് ബിൽഡിംഗ് ഓർ എ ന്യൂ കാർ ഓർ എ ഹൗസ്, ബട്ട് ഇറ്റ് ഈസ് ദർ അല്ലേ? നമ്മളൊരു പക്ഷേ ഒരു ബിൽഡിംഗ് കാണുമ്പോഴോ ഒരു കാറ് കാണുമ്പോഴോ അതിന് മണിയുടെ ഇതിൽ നമ്മളത് ചിലപ്പോൾ ഫീൽ ചെയ്തൊന്നും വരില്ല. പക്ഷേ എങ്കിലും അത് ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം അക്വയർ ചെയ്തിരിക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഇതിൻ്റെയൊക്കെ പിറകിൽ എന്തുണ്ടാവുന്നു? ഒരു അസറ്റ് ഉണ്ടാവുന്ന സമയത്ത്, ഒരു പ്രോപ്പർട്ടി ഉണ്ടാകുമ്പോൾ അല്ലേ, ഒരു ആർട്ടിക്കിൾ നമുക്ക് കിട്ടുമ്പോൾ ഒക്കെ അതിന് പുറകിൽ മണിയുടെ സാന്നിധ്യം ഉണ്ടാകും. സോ വിത്തൗട്ട് ഇറ്റ് മോസ്റ്റ് ഓഫ് ദി തിങ്സ് വി സീ wouldn't exist. Clear? So we cannot imagine a world without money അല്ലേ? അതുകൊണ്ട് തന്നെ പലപ്പോഴും മണി അല്ലെങ്കിൽ ക്യാഷ് അല്ലെങ്കിൽ കറൻസി അല്ലെ ഫിനാൻസ് ഇല്ലാത്തൊരു വേൾഡിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും, ഒരു സോഷ്യൽ ലൈഫിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല. അപ്പോൾ ആ രീതിയിൽ കുറച്ച് ആൾക്കാർ മണിയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടി ചില സേയിങ്സ് പറഞ്ഞു. ക്ലിയർ? അപ്പോൾ അതിൽ ഒന്നാണ്, സോ പോൾ ഗെറ്റി ഹാസ് മാർക്ക്ഡ് ദാറ്റ് മണി ഈസ് ലൈക്ക് എ മാനുവർ. ഇതുപോലെയാണത്, ഒരു മാനുവറിനെ പോലെയാണ് അല്ലേ, നമ്മൾ വളം പ്രയോഗിക്കുന്നത് പോലെ. ക്ലിയർ? സോ യു ക്യാൻ സ്പ്രെഡ് ഇറ്റ്. മണ്ണിലിടുകയാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മളെ കൃഷിയൊക്കെ നന്നായിട്ട് തഴച്ച് വളരാനും അല്ലെങ്കിൽ നമുക്ക് വിളവ് കിട്ടാനൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ വെറുതെ വെക്കുകയാണെങ്കിലോ അത് കേടുവന്നു അല്ലെങ്കിൽ സ്മെല്ല് ഒക്കെ ഉണ്ടാവും അല്ലേ? ഈ രീതിയിൽ സോ മണി ഈസ് ജസ്റ്റ് ലൈക്ക് എ മാനുവർ. ക്ലിയർ? അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രോസ്പെർ ചെയ്യാൻ പറ്റും. ക്ലിയർ? അത് നമ്മൾ സ്പ്രെഡ് ചെയ്തുകൊണ്ട്, അതിനെ വിതരണം ചെയ്തുകൊണ്ട്, അതിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ക്ലിയർ നമുക്കതിനെ ഗ്രോ ചെയ്യിപ്പിക്കാൻ പറ്റും. ക്ലിയർ? വളർത്തിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ വികസിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ കൂടുതലാക്കാൻ പറ്റും. ക്ലിയർ? ഇതാണ് മണി മേക്കിംഗ് എന്ന് പറയും. ഓർ ഇറ്റ് സ്മെൽസ്
അല്ലേ? അത് വെറുതെ വയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് മറ്റുള്ള പല കാര്യങ്ങൾക്കും കാരണമായിട്ട് മാറും. ക്ലിയർ? അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ സ്മെൽസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? സോ W. Samrest, clear, has remarked that, so he is a world famous writer, clear, Samrest Morgan has remarked that money is like a sixth sense without which you cannot make the complete use of the other five. അല്ലേ? നമുക്ക് സിക്സ്ത് സെൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാകും. ക്ലിയർ? നമ്മുടെ 5 സെൻസസും ക്ലിയർ അതിൽ നിന്നുള്ള ഇൻഫർമേഷൻ എല്ലാം നമ്മൾ കോറിലേറ്റ് ചെയ്യുന്ന, അസിമുലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്, സിക്സ്ത് സെൻസ്. ക്ലിയർ? അപ്പോൾ അത് ഉണ്ടെങ്കിലേ നമുക്ക് ബാക്കിയുള്ളത് കൊണ്ടൊക്കെ ഉപയോഗമുണ്ടുള്ളൂ. അതുപോലെ ആണ് മണി എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ബാക്കി എന്ത് തരത്തിലുള്ള റിസോഴ്സസ് ഉണ്ടെങ്കിലും അല്ലേ, മണി ഇല്ലാത്ത ഒരു കേസസിൽ അതൊക്കെ എന്തായിട്ട് മാറും, ഫ്യൂട്ടൈലായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് അത് ബെനിഫിഷ്യലായിട്ട് മാറണമെങ്കിൽ നമുക്ക് എന്ത് വേണം, സോ ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ സിക്സ് സെൻസ്. ഒരു സിക്സ് സെൻസ് പോലെ നമുക്ക് മണിയുടെ ആവശ്യമുണ്ട്. സോ ഹെൻറി ഫോർഡ് ഹാസ് റിമാർക്ക്ഡ് ദാറ്റ് മണി ഈസ് ദ ആം ഓർ എ ലെഗ്. യു ക്യാൻ എയ്തർ യൂസ് ഇറ്റ് ഓർ ലൂസ് ഇറ്റ്. അല്ലേ? നമ്മളൊരു കൈ കാല് പോലെയാണ് അല്ലേ, അത് നമ്മൾ ഉപയോഗിക്കുന്നതോറും നമുക്കത് സ്ട്രെങ്ത്തും അതുപോലെ തന്നെ കോൺഫിഡൻസും ഒക്കെ വരും അല്ലേ. പക്ഷേ അത് ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, പ്രോബ്ലമായിട്ട് വരും. ക്ലിയർ? അതുപോലെ തന്നെയാണ് മണിയുടെ കേസസ്. ക്ലിയർ? ഒരു കുട്ടി, ഒരു ചൈൽഡ് ഡെവലപ്മെൻറ്റിൻ്റെ കേസിൽ ആദ്യം അല്ലേ കുട്ടികൾക്ക് ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയത്ത് ലെഗും അതുപോലെ തന്നെ ഹാൻഡ്സും ഒക്കെ എന്ത് ചെയ്യേണ്ടത്, നന്നായിട്ട് ഉപയോഗിക്കണം. ആംസ് ആൻഡ് ലങ്സ് ഷുഡ് ബി അല്ലേ. അങ്ങനെയുള്ളൊരു ട്രെയിനിങ് ചെയ്ത് വരുന്നത് കൊണ്ടാണ് നമുക്ക് നിൽക്കാനും ഇരിക്കാനും അങ്ങനെ അല്ലേ നടക്കാനും ഓടാനും ഒക്കെ നമുക്ക് പിന്നീട് കഴിവ് വരുന്നത്. അതേ രീതിയിൽ തന്നെയാണ് മണി. ക്ലിയർ? ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എൻ ആം ഓർ എ ലെഗ്. ക്ലിയർ? ലെഗ് പോലെയും അതുപോലെ ആം പോലെയാണ്. സോ വി ക്യാൻ യൂസ് ഇറ്റ് ഓർ ലൂസ് ഇറ്റ്. ക്ലിയർ? അപ്പോൾ ആ രീതിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെയാണ് ഇതുകൊണ്ടൊക്കെ അർത്ഥമാക്കുന്നത്. ക്ലിയർ? സോ മണി അഫക്ട്സ് അവർ ലൈഫ് ഇൻ മെനി വേസ്. ക്ലിയർ? സോ വി ഏൺ ഇറ്റ്, ക്ലിയർ, സ്പെൻഡ് ഇറ്റ് ആൻഡ് സേവ് ഇറ്റ് ആൻഡ് ഇൻവെസ്റ്റ് ഇറ്റ്. അല്ലേ? മണിയുടെ കേസ് മണി അല്ലെങ്കിൽ ഫിനാൻസ് അങ്ങനെ വേണേൽ എടുക്കാം. ക്ലിയർ? ഇത് വ്യത്യാസമുണ്ട് നമുക്കറിയാം, പക്ഷേ എങ്കിലും അവിടെ ജനറലായിട്ട് പറയുമ്പോൾ ക്ലിയർ, അത് നമ്മൾ ഫിനാൻസ് അല്ലെങ്കിൽ മണി നമ്മൾ എന്ത് ചെയ്യുന്നു അല്ലേ, നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൃഷി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒക്യുപ്പേഷനിൽ ഏർപ്പെടുമ്പോൾ ഒക്കെ നമുക്ക് എന്ത് കിട്ടും, ഏൺ ചെയ്യുന്നു, അത് വരുമാനമായിട്ട് കിട്ടുന്നു. അത് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, കൺസംഷൻ ചെയ്യും. ക്ലിയർ? സോ ഇൻകം അത് നമ്മുടെ വരുമാനമാണ്, ഏണിംഗ് ആണ്. അത് നമ്മൾ കൺസ്യൂം ചെയ്യുന്നു, എക്സ്പെൻഡ് ചെയ്യുന്നു, സ്പെൻഡ് ചെയ്യുന്നു. ദെൻ ആ സ്പെൻഡ് ചെയ്ത് ബാക്കി വരുന്നതിന് നമ്മൾ സേവിങ്സ് ആക്കി വെക്കുന്നു അല്ലേ. ഈ സേവിങ്സിലൊരു നിശ്ചിത പോർഷൻ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, നിക്ഷേപിക്കുന്നു, ബാങ്കിലോ ഷെയറിലോ ഡിബഞ്ചറിലോ അല്ലേ, അല്ലെങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ടോ മറ്റുള്ള രീതിയിലോ ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടോ ഒക്കെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു. ക്ലിയർ? സോ very often we wish to have more of it. Clear? So like the resources, money is limited അല്ലേ. മറ്റുള്ള എല്ലാ റിസോഴ്സസിനെ പോലെയും ഫിനാൻസ് എന്ന് പറയുന്നത്, മണി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഇത് സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സാണ്, ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ആണ്. ക്ലിയർ? അപ്പം ഇതിൻ്റെ ആവശ്യകത വളരെ കൂടുതലുണ്ട്, നീഡ് വളരെ കൂടുതലാണ്, പക്ഷെ ഇത് സ്കേഴ്സുമാണ്. ക്ലിയർ? സോ ഹെൻസ് ഇറ്റ് ഈസ് നെസസറി ടു മേക്ക് ഇൻ്റലിജൻറ്റ് യൂസ് ഓഫ് ദ മണി. അതുകൊണ്ട് വളരെ കൂടുതൽ ആവശ്യങ്ങളുണ്ട്, പക്ഷേ സ്കേഴ്സ് ആയിട്ടുള്ളതുമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, സോ വി നീഡ് ടു മേക്ക് an intelligent use of the scarce resources called money. Okay? So this means that money should be managed properly, and management of money is called finance. ഇങ്ങനെ ക്യാഷ് റിസോഴ്സസ്, മോണിറ്ററി റിസോഴ്സസ് അല്ലെങ്കിൽ കറൻസി റിസോഴ്സസിനെ എഫിഷ്യൻ്റായിട്ടും എഫക്റ്റീവായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ, മാനേജ് ചെയ്യുമ്പോൾ ക്ലിയർ, അതിനെന്ത് പറയുന്നു, ഫിനാൻസ് എന്ന് പറയുന്നു. ഓക്കെ? അപ്പോൾ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, മണിയുടെ പ്രോപ്പറായിട്ടുള്ള മാനേജ്മെൻറ്റ്, എഫിഷ്യൻ്റ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ്, എഫക്റ്റീവ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ്. ക്ലിയർ? അങ്ങനെയുള്ളൊരു ടേമിന് നമുക്ക് ഫിനാൻസ് എന്ന് പറയാം. ഓക്കെ? സോ എവറി എൻ്റർപ്രൈസ്, ബിഗ് ഓർ സ്മോൾ, മീഡിയം ഓർ സ്മോൾ സ്കെയിൽ, ക്ലിയർ, നീഡ്സ് ഫിനാൻസ് ടു ക്യാരി ഔട്ട് ഇറ്റ്സ് ഓപ്പറേഷൻ. ബിസിനസ് ആയിക്കോട്ടെ, നോൺ ബിസിനസ് ആയിക്കോട്ടെ, NGO നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ ആയിട്ടെ, ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ഗവൺമെൻറ് ആയിക്കോട്ടെ, പീപ്പിൾ ആയിക്കോട്ടെ, ഹൗസ് ഹോൾഡ് ആയിക്കോട്ടെ അല്ലേ, എല്ലാവിടെയും എന്തിൻ്റെ പ്രസൻസ് ആവശ്യമുണ്ട്, ഫിനാൻസിൻ്റെ അല്ലെങ്കിൽ മണിയുടെ പ്രസൻസ് ആവശ്യമുണ്ട്. ക്ലിയർ? സോ അതുകൊണ്ടാണ് ഫിനാൻസ് നമ്മൾ എന്ത് പറയുന്നത്, ഈസ് സംടൈംസ് റിഗാർഡഡ് ആസ് ദി ലൈഫ് ബ്ലഡ് ഓഫ് എവറി ബിസിനസ്. ക്ലിയർ? സോ ഇറ്റ് ഈസ് ദി life giving dynamic element, clear, that is present in every organization, every part of the human life. Clear? So that actually energizes and activates every system. Clear? ഓരോ സിസ്റ്റത്തെയും നമ്മൾ ഒരു ഹ്യൂമൻ ബോഡിയിലുള്ള ഓരോ സെല്ലിനെയും എങ്ങനെയാണോ ബ്ലഡ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നത്, അതുപോലെ ക്ലിയർ ഫിനാൻസ് അല്ലെങ്കിൽ മണി എന്ത് ചെയ്യുന്നു, ബിസിനസ്സിൻ്റെ ഓർഗനൈസേഷൻ്റെ എല്ലാ കമ്പോണൻസിനെയും
പ്രവർത്തനക്ഷമമാക്കുന്നു. ക്ലിയർ? സോ അതിന് നമുക്ക് എന്ത് വേണം? ഫിനാൻസ് ആവശ്യം. അപ്പോൾ ഫിനാൻസ് ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു എൻ്റർപ്രൈസിനെ കുറിച്ച്, ബിസിനസ്സിനെ കുറിച്ച്, ഓർഗനൈസേഷനെ കുറിച്ച്, ക്ലിയർ, ഗവൺമെൻറ്റിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് ഫിനാൻസ് ഈസ് quite essential for starting and operating and managing, clear, of an enterprise. So it is rightly remarked as the lifeblood of business. So it is a soul of the economic activities. അല്ലേ? ലോ എക്കണോമിക് ആക്ടിവിറ്റി എന്തിനു വേണ്ടി പെർഫോം ചെയ്യപ്പെടുന്നു? മണി മേക്കിംഗ് ആണ്, അല്ലേ? പൈസ ഉണ്ടാക്കുക, എമൗണ്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇൻകം ജനറേറ്റ് ചെയ്യുക, കൺസംഷൻ ചെയ്യുക, അങ്ങനെയുള്ള പല ഉദ്ദേശമാണ്. അപ്പോൾ അതിലൊക്കെ എന്തുണ്ട്? മണിയുടെ പ്രസൻസ് ഉണ്ട്. ക്ലിയർ? അപ്പോൾ ആ രീതിയിൽ ദ സോൾ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് മണിയെ പറയാൻ പറ്റും. ക്ലിയർ? സോ ഇവിടെ മണി, നമ്മൾ ഫിനാൻസ് രണ്ട് ടേം പറയുന്നുണ്ടെങ്കിൽ പോലും ക്ലിയർ തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താണ് മണി? ക്ലിയർ? സോ മണി ഈസ് ഡിഫറൻസ് ഫ്രം ഫിനാൻസ്. സോ മണി ഈസ് ദി കറൻസി, കൺട്രീസ് കറൻസി which is in the hands of a person or organization. അല്ലേ? നമ്മൾ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് എന്നൊക്കെ പറയുന്ന പോലെയുള്ളതിനെയാണ് നമ്മൾ മണി എന്ന് പറയാം. ക്ലിയർ? ക്യാഷ് റിസോഴ്സസ്. ക്ലിയർ? അത് കയ്യിലുള്ളതാണ്. അല്ലെങ്കിൽ നിയർ ക്യാഷ് ആയിട്ടുള്ള ഗോൾഡോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഷോർട്ട് ടേം സെക്യൂരിറ്റീസോ ഇൻവെസ്റ്റ്മെൻറ്റോ അങ്ങനെയുള്ളതിനെ നമുക്ക് മണി എന്ന് പറയാം. ക്ലിയർ? ഇങ്ങനെ വളരെ എളുപ്പത്തിൽ ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന ക്യാഷ് കറൻസി ഫോമിലുള്ള എമൗണ്ടിനെയാണ് നമ്മൾ മണി എന്ന് പറയാം. ക്ലിയർ? അപ്പോൾ പ്രത്യേകിച്ച് കറൻസി ആയിട്ട് പറയാം. But finance may be defined as the provision of money at the right time when it is needed. എപ്പോഴാണോ നമുക്ക് പൈസ ആവശ്യമായിട്ട് വരുന്നത്, എവിടെയാണോ ആവശ്യമായിട്ട് വരുന്നത്, ആ സമയത്ത് റൈറ്റ് മൊമെൻറ്റിൽ ആ പ്രൊവിഷൻ ഓഫ് മണി നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് എന്തിനെ കുറിക്കുന്നു? അത് നല്ലൊരു മാനേജ്മെൻറ്റിനെ കുറിക്കും. ക്ലിയർ? മണിയുടെ മാനേജ്മെൻറ്റിനെ കുറിക്കും. ഈ മണി മാനേജ്മെൻ്റ് ആണ്, മാനേജ്മെൻറ്റ് ഓഫ് പ്രോപ്പർ മാനേജ്മെൻറ്റ് ഓഫ് മണി ആണ് എന്ന് പറയുന്നത് ഫിനാൻസ് എന്ന് പറയും. ക്ലിയർ? സോ പ്രൊവിഷൻ ഓഫ് മണി അറ്റ് ദ റൈറ്റ് ടൈം. ക്ലിയർ? For the right people, for the right activities. Clear? So that is called finance. For finance, and the simply speaking, it is nothing but efficient and effective management of the financial resources. Clear? Financial resources and effective item, efficient item manage ചെയ്യുമ്പോൾ finance എന്ന് പറയാം, or financial management എന്ന് പറയാം. So meaning and definition of business finance or finance function. Clear? So in the word finance come from an old French word fine. Clear? അപ്പോൾ ഫിനാൻസിൻ്റെ ഒറിജിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഫിനെ, FINE എന്നാണ് പറയുക, ഫ്രഞ്ച് വേർഡാണ്. ക്ലിയർ? അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? ദാറ്റ് ഈസ് മീൻസ് ടു പേ, ടു സെറ്റിൽ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ക്ലിയർ? ഇപ്പം ടു സെറ്റിൽ എന്നുള്ള അർത്ഥം വരുന്ന, അല്ലെങ്കിൽ ടു പേ ഓഫ്, കൊടുത്തു തീർക്കുക, സെറ്റിൽ ചെയ്യുക എന്ന അർത്ഥം വരുന്ന ഒരു ഫ്രഞ്ച് വേർഡായിട്ടുള്ള ഫിനയിൽ നിന്നാണ് ഫിനാൻസ് എന്നുള്ള ടേം വരുന്നത്. ക്ലിയർ? So in 18th century the word finance was adopted in English. മിക്കവാറും ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് വരുന്ന ടേംസ്, മറ്റുള്ള ലാംഗ്വേജിലുള്ള ടേംസ് ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ചെറിയ മാറ്റങ്ങളോടുകൂടിയായിരിക്കും അത് ഉപയോഗിക്കപ്പെടുക. അതുകൊണ്ട് തന്നെ ഫിനെ എന്തായിട്ട് മാറി? ഇവിടെ ഇംഗ്ലീഷിൽ വന്നപ്പോൾ അത് ഫിനാൻസ് ആയിട്ട് മാറി. ക്ലിയർ? സോ ഇവിടെ എന്തായിട്ട് അതിനെ അർത്ഥമാക്കുന്നത്? മാനേജ്മെൻറ്റ് ഓഫ് മണി എന്നുള്ള അർത്ഥത്തിലാണ് ഫിനാൻസ് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചു വരുന്നത്. ക്ലിയർ? സിൻസ് ദെൻ and it is found an important place in the English dictionary. Clear? ഇപ്പോൾ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ അതിൻ്റെ മീനിങ് ഇതാണ്. The word finance means management of money. Clear? So according to Encyclopedia of Britannica, finance is an act of providing means of payment. Clear? പേയ്മെൻറ്റ് കൊടുക്കാനുള്ള ഒരു മീൻസ് ആയിട്ട് നമുക്ക് ഫിനാൻസിനെ പറയുന്നു. Then finance is the art and science of handling money, and it is the management of flows of money through an organization. Clear? ഒരു ഡെഫിനേഷനായിട്ട് നമുക്ക് പറയുമ്പോൾ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണത്? ഫിനാൻസ് ഈസ് ദി ആർട്ട് ആൻഡ് സയൻസ് ഓഫ് ഹാൻഡ്ലിങ് മണി. ക്ലിയർ? ആർട്ട്, സയൻസ് ആൻഡ് പ്രൊഫഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ക്ലിയർ? സോ നൗ ഡേയ്സ് ഇറ്റ് ബിക്കം എ പ്രൊഫഷൻ ഓൾസോ. ക്ലിയർ? സോ ഫിനാൻസ് ഈസ് ദി ആർട്ട്, സയൻസ് ആൻഡ് പ്രൊഫഷൻ ഓഫ് ഹാൻഡ്ലിങ് മണി. ക്ലിയർ? സോ ഇറ്റ് ഈസ് ദി മാനേജ്മെൻറ്റ് ഓഫ് ഫ്ലോ. എന്ത് ഫ്ലോ ആണ്? ക്യാഷ് ഫ്ലോ നമ്മൾ പറയും, അല്ലേ? മണി ഫ്ലോ അല്ലെങ്കിൽ ഫിനാൻസ് ഫ്ലോ, അല്ലെ? ഇൻഫ്ലോ ഉണ്ട്, ഔട്ട് ഫ്ലോ ഉണ്ട്. അപ്പോൾ ഇതിനെ ഒരു പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക. ഓക്കെ. So in other words, in the words of Prather and Word, financing consists of raising, providing, managing of all money, capital funds of any kind to be used in connection with the business. Business ഉപയോഗിക്കുന്ന ക്ലിയർ ഫണ്ടുകൾ, ക്യാപിറ്റൽ ഫണ്ട്സ്, ക്ലിയർ ക്യാപിറ്റൽ മണി. ക്ലിയർ? അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? അത് അതിൻ്റെ റൈസിങ്, പ്രൊവൈഡിങ്, മാനേജിങ്, ഇതിനെക്കുറിച്ചെല്ലാം ഡീൽ ചെയ്യുന്നതാണ് മണി എന്ന് പറയുന്നത്, ഫിനാൻസ് എന്ന് പറയുന്നത്, ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? സോ അക്കോർഡിംഗ് ടു Osborne, finance function is
പ്രോസസ് ഓഫ് അക്വയറിങ് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്സ് ബൈ ബിസിനസ്. ഒരു ബിസിനസ് അതിൻ്റെ ഫണ്ടുകളെ പ്രൊക്വയർ ചെയ്യുകയും യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യുന്നതിനെ ഫിനാൻസ് എന്ന് പറയും. ഓക്കെ, ഓസ്ബോൺ പറയുന്നത് അങ്ങനെയാണ്. ഓക്കെ, ഇതിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താ? സോ ബിസിനസ് ഫിനാൻസ് അല്ലേ എന്തായിട്ട് വരുന്നു? സോ ഇറ്റ് സിംപ്ലി റെഫേഴ്സ് ടു ദി മാനേജ്മെൻറ്റ് ഓഫ് മോണിറ്ററി അഫയേഴ്സ് ഓഫ് എ ബിസിനസ് എൻ്റർപ്രൈസ്. സോ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് അക്വയറിങ് മണി, യൂസിങ് മണി, ഡിസ്ട്രിബ്യൂട്ടിങ് മണി ബൈ എ ബിസിനസ് എൻ്റർപ്രൈസ്. ഓക്കെ, അപ്പോൾ മണി അല്ലെങ്കിൽ ഫിനാൻസ് പ്രൊക്വയർ ചെയ്യുക പറഞ്ഞാൽ കളക്ട് ചെയ്യുക, റേസ് ചെയ്യുക, അല്ലെങ്കിൽ സംഭരിക്കുക, അതിനെ വിനിയോഗിക്കുക, യൂട്ടിലൈസ് ചെയ്യുക, എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അങ്ങനെ യൂട്ടിലൈസ് ചെയ്ത മണിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിട്ടേൺസിന് നമ്മൾ എന്ത് ചെയ്യുക? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അതിൻ്റെ ഓണേഴ്സിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇത്തരത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് എന്ത് പറയുന്നത്? ഫിനാൻസ് അല്ലെങ്കിൽ ബിസിനസ് ഫിനാൻസ്. സോ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് യൂസിങ് മണി ടു മേക്ക് മോർ മണി. ക്ലിയർ? കുറച്ച് പൈസ ഉപയോഗിച്ച് കൂടുതൽ പൈസ ഉണ്ടാക്കുക അല്ലേ, അതാണ് നമ്മൾ ബിസിനസ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ മണി കൊണ്ട് മീൻ ചെയ്യുന്നത്. സോ ഹൗ an organization can make money only when money is properly managed. അല്ലേ, കൂടുതൽ മണി ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? സോ വി നീഡ് ടു മാനേജ് ഇറ്റ് പ്രോപ്പർലി. ക്ലിയർ? ആ മാനേജ്മെൻ്റ് ആണ് ഇവിടെ ഫിനാൻസ് അല്ലെങ്കിൽ ബിസിനസ് ഫിനാൻസ് എന്നുള്ള ടേം കൊണ്ട് അർത്ഥമാക്കുന്നത്. സോ ഇൻ ഷോർട്ട്, ഫിനാൻസ് ഓർ ഫിനാൻസ് ഫംഗ്ഷൻ മീൻസ് funds required for operating a business and its effective management. But different writers have defined the term business finance, clear, or finance function differently. Clear? പലതരത്തിലാണ് ആൾക്കാർ ഇതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ബേസ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 3 പ്രധാനപ്പെട്ട അപ്രോച്ചായിട്ട് കാണാൻ പറ്റും. ഫസ്റ്റ് അപ്രോച്ച്, സെക്കൻഡ് അപ്രോച്ച്, തേർഡ് അപ്രോച്ച്. ക്ലിയർ? ഇതിനെക്കുറിച്ച് നമ്മൾ വീണ്ടും ഇതിനെ പറയുന്ന സമയത്ത് ട്രഡീഷണൽ അപ്രോച്ച്, ട്രാൻസിഷണൽ അപ്രോച്ച് അല്ലെങ്കിൽ മോഡേൺ അപ്രോച്ച് അങ്ങനെയായിട്ടും പറയാം. ക്ലിയർ? ഈ ഫസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് ട്രഡീഷണലാണ്, ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ക്ലാസിക്കൽ അപ്രോച്ച്. അതിനുശേഷം ക്ലിയർ നമ്മളിപ്പോൾ കണ്ടുവരുന്നതൊക്കെ മോഡേൺ അപ്രോച്ച്. ഇതിൻ്റെ ഇടയിലുള്ള ഒരു പീരീഡിനാണ് നമ്മൾ ട്രാൻസിഷൻ എന്ന് പറയുന്നത്. അതാണ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. ക്ലിയർ? സോ ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് ആൻഡ് തേർഡ് സ്റ്റേജ്. അപ്പോൾ ആ രീതിയിൽ പറയുന്ന സമയത്ത് ക്ലാസിക്കൽ പീരീഡിൽ ക്ലിയർ ഇവിടെ ബിസിനസ് ഫിനാൻസ് അല്ലെങ്കിൽ ഫിനാൻസ് ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിനാൻസ് എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജർ എന്ത് ചെയ്യണം എന്നുള്ളൊരു ക്വസ്റ്റ്യനൊക്കെ വരുന്ന സമയത്ത് അല്ലേ, ട്രഡീഷണൽ പീരീഡിൽ എന്തായിരുന്നു ചെയ്തിരുന്നത്? പൈസ അറേഞ്ച് ചെയ്യുക, മണി അറേഞ്ച് ചെയ്യുക, ക്യാപിറ്റൽ റേസ് ചെയ്യുക, ബിസിനസ്സിന് വേണ്ട ഫണ്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ രീതിയിലായിരുന്നു ആദ്യകാലത്തെ ഫിനാൻസ് ഫംഗ്ഷൻ വരുന്നത്. സോ ഫിനാൻസ് ഫംഗ്ഷൻ ഫോർ ബിസിനസ് മേ ബി ഡിഫൈൻഡ് ആസ് ദി ടാസ്ക് ഓഫ് പ്രൊവൈഡിങ് ഫണ്ട്സ് needed by the enterprise on the most favorable term. ക്ലിയർ? ഒരു ബിസിനസ് വേണ്ട ഫിനാൻസ് കണ്ടെത്തുക അല്ലേ. അപ്പോൾ ബിസിനസ് വേണ്ട ഫിനാൻസ് എന്താ? ലോങ് ടേം ക്യാപിറ്റൽ, ലോങ് ടേം ഫണ്ട് റിക്വയർമെൻ്റ് ഉണ്ടാവും, ഷോർട്ട് ടേം റിക്വയർമെൻ്റ്. ലോങ് ടേം ആയിട്ട് എന്ത് ചെയ്യണം? അതിനെ നമ്മൾ ഈക്വിറ്റി ക്യാപിറ്റൽ അല്ലെങ്കിൽ ഡിബഞ്ചർ അല്ലെങ്കിൽ ബോണ്ട് ക്ലിയർ ഇതൊക്കെ ഇഷ്യൂ ചെയ്ത് ക്യാപിറ്റൽ റേസ് ചെയ്ത് കൊടുക്കുക. ക്ലിയർ? അത്രയും ആയിരുന്നു പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ മാനേജർ റൂൾ അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? സോ in the words of F.W. Page, in modern money, in a modern money using economy, finance may be defined as the provision of money at the time it was wanted. Clear? എപ്പോഴാണോ പൈസ ആവശ്യം ആ സമയത്ത് അതിനെ പ്രൊവൈഡ് ചെയ്യുക. സോ പ്രൊവൈഡിങ് ഓഫ് ഫണ്ട്. അപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? അതിനെ എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് അതിനെ സംഭരിക്കണം, പ്രൊക്വയർ ചെയ്യണം. അതിനെയാണ് നമ്മൾ പ്രൊക്വയർമെൻ്റ് എന്ന് പറയുക. ക്ലിയർ? സോ പ്രൊക്വയർമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സംഭരിക്കാമെന്ന് അർത്ഥം. ക്ലിയർ? റേസ് ചെയ്യാമെന്ന് നമ്മൾ പറയാം. റേസിങ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, അതുപോലെ. സോ ഇതാണ് ട്രഡീഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇത് ഫസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. ക്ലിയർ? ഏകദേശം ഇതിൻ്റെ പീരീഡ് വൈസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ക്ലിയർ 1940s വരെയുള്ള പീരീഡൊക്കെ എന്തായിട്ട് അറിയപ്പെടുന്നു? 1930s അല്ലെങ്കിൽ 40s വരെയുള്ള പീരീഡാണ് ഫസ്റ്റ് അപ്രോച്ചായിട്ട് അറിയപ്പെടുന്നത്. 1930കളുടെ അല്ലെങ്കിൽ 40കളുടെ ഇടയിൽ, ഇതിന് ഇൻ ബിറ്റ്വീൻ. ക്ലിയർ? അതുവരെയുള്ള സമയം ക്ലാസിക്കൽ പീരീഡ് അല്ലെങ്കിൽ ട്രഡീഷണൽ പീരീഡ്. അവിടെ ഫിനാൻസിൻ്റെ പ്രൊവിഷനിങ് അല്ലെങ്കിൽ പ്രൊക്വയർമെൻറ്റിനാണ് കൂടുതൽ ശ്രദ്ധ, എംഫസിസ്. ക്ലിയർ? സെക്കൻഡ് അപ്രോച്ച് വരുന്നത് 1940s ശേഷം 1950s, 40s, 50s ഇടയിൽ വരുന്നതാണ് സെക്കൻഡ് അപ്രോച്ച്. ഈ പ്രത്യേകത എന്താണ്? ഈ പീരീഡ് നമുക്കറിയാം 1930s സെക്കൻഡ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്തു. ക്ലിയർ? 1940s മൊത്തത്തിൽ യുദ്ധമാണ്. ക്ലിയർ? അങ്ങനെ സെക്കൻഡ് വേൾഡ് വാറൊക്കെ വരുന്ന സമയത്ത് വളരെയധികം ബിസിനസ്സുകൾക്ക് ഫണ്ട് റിക്വയർമെൻറ്റ് റൈസ് ചെയ്യുന്നതിന് പ്രോബ്ലം നേരിടും അല്ലേ. എന്താ കാരണം നമുക്കറിയാം അല്ലേ. നോർമലി യുദ്ധമൊക്കെ വരുന്ന സമയത്ത് എല്ലാ റിസോഴ്സസും ഗവൺമെൻറ്റിൻ്റെ കീഴിലേക്ക് മാറുന്നു. ക്ലിയർ? ബിസിനസ്സിനുള്ള പൈസകൾ കിട്ടാതെ വരുന്നു. ക്ലിയർ? അതുപോലെ തന്നെ ഫണ്ടുകളൊക്കെ
ശത്രുരാജ്യങ്ങളുടെ കയ്യിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടി പല നിയമനിർമ്മാണങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ പീരീഡിലൊക്കെ. അപ്പോൾ ക്യാപിറ്റൽ ഇഷ്യൂസിനും റെസ്ട്രിക്ഷനും കൺട്രോളും ഒക്കെ വന്നിട്ടുള്ളൊരു പീരീഡാണിത്. അതുകൊണ്ട് തന്നെ ഫണ്ട് കിട്ടുക, പൈസ കിട്ടുക എന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ അഫയേഴ്സിന് പോലും ക്യാഷോ റിസോഴ്സസ് കിട്ടാൻ ബുദ്ധിമുട്ടായിട്ട് വരുന്നു. ക്ലിയർ. ലിക്വിഡിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമായിട്ട് ഈ പീരീഡിൽ അനുഭവപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പീരീഡിൽ 1930s അല്ലെങ്കിൽ 40s to 50 വരെയുള്ള ഈ പീരീഡിൽ ക്ലിയർ പ്രധാനമായിട്ടുള്ള എംഫസിസ് ഫിനാൻഷ്യൽ മാനേജറുടെ അല്ലെങ്കിൽ ഫിനാൻസ് ഫംഗ്ഷൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഈ ലിക്വിഡിറ്റി ക്രൈസിസ് മാനേജ് ചെയ്യുക. ക്ലിയർ. ലിക്വിഡിറ്റി മാനേജ്മെൻറ്റ് അതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. ക്ലിയർ. അപ്പോൾ ക്യാഷ് ആണ് അവിടെ വരിക. ലിക്വിഡായിട്ട് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ക്യാഷ് വേണം. ക്ലിയർ. സോ ഫിനാൻസ് ഹീസ് ഹിയർ കൺസേൺഡ് വിത്ത് ക്യാഷ് റിസോഴ്സ് മാനേജ് ചെയ്യുക. ക്ലിയർ. So finance functions is related with everything that takes place in the conduct of a business. Clear? അപ്പോൾ മിസ്റ്റർ ഹൗണ്ട്, വില്യം ഡൊണാൾഡ്സൺ ആൻഡ് ജെ ഹാംപ്ടൺ ഫോളോഡ് ദിസ് അപ്രോച്ച്. ഇങ്ങനെയുള്ള ആൾക്കാർ ഈ അപ്രോച്ചിലാണ് അവർ ഫിനാൻസിനെ കാണുന്നത്. ക്ലിയർ. സോ ദേ ആർ അണ്ടർ അക്കോർഡിംഗ് ടു ദെയർ പെർസെപ്ഷൻ ഫിനാൻസ് ഈസ് viewed as management of cash, management of liquid resources, management of liquidity. Clear? So according to Hampton, the term finance may be defined as the management of the flows of money through an organization, inflows and outflows. Clear? അത് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമായിട്ട് ഫംഗ്ഷനായിട്ട് വരുന്നത്. ക്ലിയർ. ഓക്കെ. തേർഡ് അപ്രോച്ച് വരുന്നത് 1950s ശേഷമുള്ള പീരീഡാണ്. ആ സമയമാകുമ്പോഴേക്കും യുദ്ധമൊക്കെ കഴിഞ്ഞു. മോഡേൺ പീരീഡ് അല്ലേ, നമ്മൾ മാനേജ്മെൻറ്റിലും അതിനെ മോഡേൺ പീരീഡ് എന്നാണ് പറയുക. 1950s 60s ഇടയിൽ മോഡേൺ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെയും മോഡേൺ പീരീഡ് എന്നാണ് അതിനെ പറയാം. ഓക്കെ. ഈ മോഡേൺ അപ്രോച്ച് അല്ലെങ്കിൽ തേർഡ് അപ്രോച്ച് എന്താണ് പറയുന്നത്? അവിടെ കുറച്ചുകൂടെ ബ്രോഡായിട്ട് അല്ലേ കമ്പനികളൊക്കെ വികസിക്കാൻ തുടങ്ങി. ക്ലിയർ. ക്യാപിറ്റലൊക്കെ റൈസ് ചെയ്യുന്നതിന് എളുപ്പമായിട്ട് മാറി. ക്ലിയർ. പഴയ ലിക്വിഡിറ്റിയുടെ ക്രൈസിസ് ഒക്കെ മാറി. ഓക്കെ. അപ്പോൾ കമ്പനി ഫോം ഓഫ് അണ്ടർടേക്കിംഗ് വളരെ കൂടുതലായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. വേൾഡ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? ഒരു എക്കണോമി അല്ലെ, വേൾഡ് ഓവറിലുള്ള ഒരു എക്കണോമി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ട് തന്നെ മോഡേൺ പീരീഡ് എന്ന് പറയും. ക്ലിയർ. സോ ദിസ് ഇസ് ദ മോഡേൺ അപ്രോച്ച് ആൻഡ് ഈസ് ദ മോസ്റ്റ് അക്സെപ്റ്റബിൾ വൺ. ക്ലിയർ. ഫിനാൻസിൻ്റെ ഒരു അപ്രോച്ചിനെ കുറിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആൾക്കാർ ഇപ്പോൾ ഫോളോ ചെയ്ത് വരുന്നത് ഈ മോഡേൺ അപ്രോച്ചാണ്. കാരണം എന്താ, ബാക്കിയുള്ളതൊക്കെ ഔട്ട്ഡേറ്റഡ് ആണ് അല്ലേ, കഴിഞ്ഞു പോയതാണ്. ഇത് ഇപ്പോൾ ഉള്ള കണ്ടംപററി ആയിട്ടുള്ള ഒരു പീരീഡാണ് അല്ലെങ്കിൽ അപ്രോച്ചാണ്. ക്ലിയർ. സോ അണ്ടർ ദിസ് സ്റ്റേജ്, according to this approach, finance function of a business is concerned with the procurement of fund and its effective utilization of business. Okay. അപ്പോൾ ഒന്നാമത്തെ അപ്രോച്ചിൽ പറഞ്ഞു പ്രൊക്യൂർമെന്റ് ഓഫ് ഫണ്ട്, രണ്ടാമത്തേൽ പറഞ്ഞു ലിക്വിഡിറ്റി മാനേജ്മെന്റ്. ഇത് രണ്ടും വരുന്നുണ്ട്. മാത്രമല്ല മൂന്നാമത്തെ കാര്യം എന്താ? ഇറ്റ് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ. വെറുതെ ഫിനാൻസിനെ പ്രൊക്യൂർ ചെയ്യുകയും ക്യാഷ് മാനേജ് ചെയ്താൽ പോരാ, പിന്നെ എന്ത് ചെയ്യണം? അതിനെ എഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റായിട്ടും യൂട്ടിലൈസ് ചെയ്യണം. ക്ലിയർ. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. ക്ലിയർ. അപ്പോൾ അതുകൊണ്ട് ഈ മോഡേൺ അപ്രോച്ച് വന്നപ്പോൾ ഫിനാൻസിൻ്റെ ഫങ്ഷൻ്റെ ഒബ്ജക്റ്റീവ് ഗോളൊക്കെ എന്ന് പറയുന്നത് എന്തായിട്ട് മാറുന്നു? അല്ലേ, പ്രൊക്യൂർമെൻ്റ് ഉണ്ട്, ലിക്വിഡിറ്റി മാനേജ്മെൻ്റ് ഉണ്ട്, പുറമേ ബാക്കി നേരത്തെ പറഞ്ഞ രണ്ടിനും പുറമെ എന്തായിട്ട് മാറുന്നു? എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ക്ലിയർ. സോ ദ മോഡേൺ സ്കോളേഴ്സ് ലൈക്ക് Upton, Western, then Brigham, then Solomon Esra, Van Horn, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ പ്രധാനപ്പെട്ട അല്ലേ മോഡേൺ പീരീഡിൽ വരുന്ന എക്കണോമിസ്റ്റാണ്. ഇവരെല്ലാം എന്തിനെ സപ്പോർട്ട് ചെയ്യുന്നു? മോഡേൺ അപ്രോച്ച് അനുസരിച്ച് സപ്പോർട്ട് ചെയ്യും. ക്ലിയർ. സോ അക്കോർഡിംഗ് ടു ദം the finance function covers not only the raising of funds but also the effective utilization. Clear. So the approach is related to the financial decision making. ഇവിടെ എന്തുമായി ബന്ധപ്പെട്ടാണ് വരുന്നത്? ഒരു ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ കാര്യമാണ് വരുന്നത്. ക്ലിയർ. സോ ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിംഗ് ഇവിടെ ആര് ചെയ്യണം? അത് ഫിനാൻഷ്യൽ മാനേജർ ഷുഡ് കൺസിഡർ ആൾട്ടർനേറ്റീവ് യൂസ് ഓഫ് സോഴ്സ് ഓഫ് ഫണ്ട്. ക്ലിയർ. അപ്പോൾ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്തുകൂടെ എടുക്കുക? ആൾട്ടർനേറ്റീവ് സോഴ്സ്. ഇത് നമ്മൾ പറയുന്ന പേരാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ക്ലിയർ. ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ് എന്താണ്, ഇത് നമ്മളൊരു കാര്യത്തിന് ഉപയോഗിക്കുമ്പോൾ ഇതല്ലാതെ വേറെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടും, എന്ത് കോസ്റ്റ് ചിലവാകും, ഇതിൽ ഉപയോഗിക്കണേ അതിനേക്കാളും കൂടുതൽ കിട്ടാൻ സാധിക്കും. ഇങ്ങനെ ഒരു ആൾട്ടർനേറ്റീവ് അല്ലേ അനാലിസിസ് ചെയ്ത് ആൾട്ടർനേറ്റീവ് യൂസസിൻ്റെ ഒരു കൺസിഡറേഷൻ വെച്ചുകൊണ്ട് ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെ കൺസിഡർ ചെയ്തുകൊണ്ട്
ക്ലിയർ. ഫണ്ടുകളെ ഫിനാൻസിനെ എന്ത് ചെയ്യുക, എഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റായിട്ടും യൂട്ടിലൈസ് ചെയ്യുക. ക്ലിയർ. സോ ദിസ് ഈസ് ദി മോഡേൺ അപ്രോച്ച്. ക്ലിയർ. അപ്പോൾ ഇതൊക്കെയാണ് ഫിനാൻസിൻ്റെ ഫങ്ഷനായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇതെന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താ? ക്ലിയർ. ഇൻ സിമ്പിൾ വേർഡ്സ് എന്താ? ഫിനാൻസ് ഈസ് കൺസേൺഡ് വിത്ത്, or business finance is concerned with all those processes, clear, that are related to procurement of fund, management of liquidity, and their effective and efficient utilization of financial resources. Okay. Then functions of finance. Finance in the area of finance, no, decision area of finance, no, function of finance എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ചില കേസ് സ്കോപ്പ് ഓഫ് ഫിനാൻസ് ചോദിച്ചാൽ ഇത് എഴുതാം. ക്ലിയർ. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് 3 ഡിസിഷൻ ഏരിയ ആണ് എടുക്കുക. എന്തൊക്കെയാണ് ഈ ഡിസിഷൻ ഏരിയ? ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി തുടർന്നൊക്കെ അടുത്തുള്ള യൂണിറ്റുകളിലും ചാപ്റ്ററുകളിലും മൊഡ്യൂളുകളിലും പഠിക്കുന്നത്. ക്ലിയർ. സോ മൊഡ്യൂൾ 2, 3, 4 and 5 ക്ലിയർ ഡീൽസ് വിത്ത് ഓൾ ദീസ് 3 ആസ്പെക്ട്സ്. ഓക്കെ. സോ ഒന്നാമത്തത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനാണ്. ക്ലിയർ. ഒരു ബിസിനസ് ഫിനാൻസ് മാനേജർ അല്ലെങ്കിൽ ബിസിനസ് ഫിനാൻസിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കേണ്ട പെർഫോം ചെയ്യേണ്ട ആദ്യത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താ? ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ആണ്. ഓക്കെ. എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്? സോ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് റിലേറ്റ്സ് ടു സെലക്ഷൻ ഓഫ് അസറ്റ്സ് ഇൻ വിച്ച് ഫണ്ട്സ് ആർ ടു ബി ഇൻവെസ്റ്റഡ് ബൈ ദി ഫേം. ക്ലിയർ. ഫണ്ട്, ബിസിനസ്സിൻ്റെ ഫണ്ട് ക്ലിയർ ഫേം ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. യൂട്ടിലൈസേഷൻ, അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ക്ലിയർ. എന്താണ് ഈ അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്? നമ്മൾ തന്നെ യൂസസ് ഓഫ് ഫണ്ട്, നമ്മൾ റേസ് ചെയ്ത ഫണ്ടിനെ എന്തെല്ലാം നമ്മൾ ഉപയോഗിക്കാം, അല്ലേ? ഏതെല്ലാം അസറ്റ് വാങ്ങിക്കണം, എത്ര ലാൻഡ് വാങ്ങിക്കണം, എന്തൊക്കെ ബിൽഡിംഗ് കെട്ടണം, ഫാക്ടറി ബിൽഡിംഗ് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യണം, ക്ലിയർ, അല്ലെങ്കിൽ എത്ര ഫിക്സഡ് അസറ്റ്സ് ആണ് വാങ്ങിക്കേണ്ടത്, മെഷീനറി എത്ര വാങ്ങിക്കണം, ഫർണിച്ചർ എത്ര, ക്ലിയർ. ഇങ്ങനെ ഇതിലേക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ, യൂസ് ചെയ്യുമ്പോൾ, യൂട്ടിലൈസ് ചെയ്യുമ്പോൾ അതിന് പറയുന്ന പേരാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. ക്ലിയർ. സോ ഇൻവെസ്റ്റ്മെൻറ്റ് ഹിയർ മീൻസ് application of long-term capital, long-term source of fund, clear, in the form of assets, clear, or acquisition of long-term assets or fixed assets. So investment opportunities are numerous, but financial resources are limited. Clear. നമുക്കറിയാം നമ്മുടെ കയ്യിലുള്ള ഫിനാൻസ് വളരെ ലിമിറ്റഡ് ആണ്, സ്കേഴ്സ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയോ നമുക്ക് നിക്ഷേപിക്കാൻ ആണെങ്കിൽ ഒട്ടനവധി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഈ കുറഞ്ഞ റിസോഴ്സസിനെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നിക്ഷേപിക്കണം, അല്ലേ? അപ്പോഴേ അതിൽ നിന്ന് നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം എടുക്കുമ്പോൾ ഫിനാൻഷ്യൽ റിസോഴ്സസ് ഷുഡ് ബി ഇൻവെസ്റ്റഡ് ഓൺലി ഇൻ ദ മോസ്റ്റ് പ്രോഫിറ്റബിൾ പ്രോജക്ട്സ് ഓർ അസറ്റ്സ്. ക്ലിയർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ എന്താണ് ഏതൊക്കെ ആൾട്ടർനേറ്റീവ് പ്രോജക്ട്സ് നമുക്കുണ്ട്, അല്ലേ? അതിൽ ഓരോന്നിനും കിട്ടുന്ന പ്രോഫിറ്റബിലിറ്റി എന്താണ്, ഓരോന്നിനും കിട്ടുന്ന റിട്ടേൺ എന്താണ്, ക്ലിയർ. ഇങ്ങനെ കോസ്റ്റിൻ്റെയും ബെനിഫിറ്റ്സിനെയൊക്കെ നോക്കിയിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യുന്ന തീരുമാനം എടുക്കാം. ക്ലിയർ. സോ ഫണ്ട്സ് ആർ ടു ബി ഇൻവെസ്റ്റഡ് ഇൻ 2 type of assets. ക്ലിയർ. ഫിക്സഡ് അസറ്റ്സ് ആയിട്ടും അതുപോലെ തന്നെ കറണ്ട് അസറ്റ്സ് ആയിട്ടും. ക്ലിയർ. ഫിക്സഡ് അസറ്റ് എന്ന് പറയുമ്പോൾ ലോങ് ടേം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. കറണ്ട് അസറ്റ്സ് എന്ന് പറയുമ്പോൾ ഷോർട്ട് ടേം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഫിക്സഡ് അസറ്റ്സിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ലോങ് ടേം ഫണ്ട്സ് ആയിട്ടുള്ള ഇക്വിറ്റി ക്യാപിറ്റൽ, ഡിബഞ്ചർ, ബോണ്ട് അല്ലെങ്കിൽ ടേം ലോൺ, ഇതെന്നുള്ള പൈസയൊക്കെയാണ്. അതുപോലെ വർക്കിംഗ് ക്യാപിറ്റൽ ആകുമ്പോൾ, അല്ലേ, കറണ്ട് അസറ്റ്സിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വർക്കിംഗ് ക്യാപിറ്റലാണ്, അല്ലേ? അത് ഷോർട്ട് ടേം ആണ്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെയുള്ളതായിരിക്കും? ഷോർട്ട് ടേം ഫണ്ട്സ് ആയിരിക്കും, അല്ലേ? ഇപ്പോൾ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ക്യാഷ് ക്രെഡിറ്റ്, ക്ലിയർ, ഇങ്ങനെയുള്ള സോഴ്സൊക്കെ ഉപയോഗിച്ചിട്ടോ, ക്യാഷ്, ലിക്വിഡ് ക്യാഷസ്, അല്ലേ, ക്യാഷൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റും. ക്ലിയർ. സോ ദസ് so there are 2 type of investment decision. One is long term investment decision, another one is short term investment decision. Okay. ഇപ്പോൾ ലോങ് ടേം ആയിട്ട് എടുക്കുമ്പോൾ അതിനെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ അല്ലെങ്കിൽ നമ്മളതിനെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നാണ് പറയുക. എന്താ പറയാം? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ക്ലിയർ. ഷോർട്ട് ടേം ആയിട്ട് എടുക്കുമ്പോൾ അതിനെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറയും. ഓക്കെ. അപ്പോൾ ഇത് രണ്ട് നമ്മൾ വേറെ വേറെ ആയിട്ട് നോക്കുന്നുണ്ട്. ക്ലിയർ. സോ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഈസ് ആൾസോ കോൾഡ് ആസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ക്ലിയർ. അപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്താ? ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് ആർ നത്തിങ് ബട്ട് all decisions, clear, that is related to taking, clear, investment
in long-term assets, whether to invest in long-term assets or not, whether to invest in a particular project or not, whether to invest in a particular business or not. ക്ലിയർ? ഒരു ബിസിനസ് നമ്മൾ തുടങ്ങണോ വേണ്ടയോ, അസറ്റ്സ് വാങ്ങിക്കണോ വേണ്ടയോ. ക്ലിയർ? ഇങ്ങനെയുള്ള ലോങ് ടേം അസറ്റ്സിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിക്കുന്ന അനാലിസിസും ക്ലിയർ അതിനനുസരിച്ചുള്ള തീരുമാനം എടുക്കുന്നതിനെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അല്ലെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയും. ഷോർട്ട് ടേമിൽ എന്താ വരിക? ഇപ്പോൾ ഷോർട്ട് ടേം എന്ന് പറയുന്നത് ക്യാപിറ്റൽ അല്ലേ, നമ്മുടെ ഷോർട്ട് ടേം ക്യാപിറ്റലാണ് ഉപയോഗിക്കുക. അപ്പോൾ അതിന് നമ്മൾ പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ് പറയുക. എന്താ പറയുക? വർക്കിംഗ് ക്യാപിറ്റൽ. കറണ്ട് അസറ്റ്സ്, എന്താ കറണ്ട് അസറ്റ്സ്? ഡെറ്റേഴ്സ് ആവാം അല്ലേ, സ്റ്റോക്ക് ആവാം. ക്ലിയർ? ഓക്കെ, ഇങ്ങനെയുള്ള കറണ്ട് അസറ്റ്സുകളൊക്കെ നമ്മൾ മാനേജ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ക്യാഷ് നമ്മുടെ കൈവശം വേണം. ക്ലിയർ? അപ്പോൾ ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? സോഴ്സ് കണ്ടെത്തണം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുക. വർക്കിംഗ് ക്യാപിറ്റലിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റ് മൊഡ്യൂളിൽ 5th മൊഡ്യൂളിൽ പഠിക്കുന്നുണ്ട്. എങ്കിലും ഇപ്പോൾ സിംപ്ലി പറഞ്ഞാൽ എന്താ? സോ വർക്കിംഗ് ക്യാപിറ്റൽ ഈക്വൽ ടു കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റി. കറണ്ട് അസറ്റ്സിൽ നിന്നും കറണ്ട് ലയബിലിറ്റി കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് വർക്കിംഗ് ക്യാപിറ്റൽ. ക്ലിയർ? അപ്പോൾ ഈ വർക്കിംഗ് ക്യാപിറ്റലിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു? ക്ലിയർ? അതാണ് നമ്മൾ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസിൽ പഠിക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ്റെ കാര്യമായി. ക്ലിയർ? സോ ദിസ് ഈസ് റിലേറ്റഡ് ടു one of the decision area in finance. Clear? Investment decision. Clear? So investment decision രണ്ടെണ്ണം വരുന്നു നമ്മൾ അല്ലേ. എന്തൊക്കെയാണത്? ഒന്ന് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, രണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, the next one is financing decision. എന്താണ് ഫിനാൻസിങ് ഡിസിഷൻ? So once investment decision is made, the next step is to raise finance. Okay? നമ്മൾ അസറ്റ്സ് വാങ്ങിക്കാനോ ബിസിനസ് തുടങ്ങാനോ ഒക്കെ തീരുമാനിച്ചു എന്ന് വയ്ക്കുക. തീരുമാനിക്കണോ വേണ്ടയോ എന്നാണ് ആദ്യം നിശ്ചയിച്ചത്. ഇങ്ങനെ നിശ്ചയിച്ച കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിനെ ഇംപ്ലിമെൻ്റ് ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യണം അല്ലേ. അതിന് നമുക്ക് എന്ത് വേണം? ഫിനാൻസ് വേണം. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം വരുന്നു അല്ലേ, എവിടെ നിന്നാണ് നമുക്ക് ഈ ഫിനാൻസ് കിട്ടുക? ക്ലിയർ? വാട്ട് ആർ ദ സോഴ്സ് ഓഫ് ഫിനാൻസ്? ക്ലിയർ? എത്രയാണ് നമുക്ക് ഫിനാൻസ് വേണ്ടത്? എവിടെ നിന്നൊക്കെയാണ് ഇതിൻ്റെ സോഴ്സസ് കിട്ടുക? ക്ലിയർ? ഈ സോഴ്സ് നമുക്ക് എങ്ങനെയെല്ലാം റേസ് ചെയ്യാം? ഏത് സോഴ്സാണോ നമ്മുടെ ബിസിനസ്സിന് ഏറ്റവും നല്ലത്? ക്ലിയർ? ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സോഴ്സ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ബിസിനസ്സിന് ഉണ്ടാവുന്ന കോസ്റ്റ് എന്താണ്? അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? ക്ലിയർ? അതിൽ നിന്ന് ഇൻവോൾവ് ചെയ്യുന്ന റിസ്ക് എന്താണ്? റിട്ടേൺ എന്താണ്? ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ഇതിനെ എന്ത് പറയുന്നു? ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയും. അപ്പോൾ ഇതിനെ അനുസരിച്ചുകൊണ്ട് ക്ലിയർ നമ്മൾ എന്തൊക്കെ നോക്കുന്നു? ക്യാപിറ്റലൈസേഷൻ, ക്യാപിറ്റൽ സ്ട്രക്ചർ, ക്ലിയർ, അതുപോലെ തന്നെ ലിവറേജ് അനാലിസിസ്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തിൽ വരുന്നതാണ്? ഫിനാൻസിങ് ഡിസിഷനിൽ വരുന്നതാണ്. ക്ലിയർ? സോ വൺസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ആർ മെയ്ഡ്, സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു റേസ് ദി ഫണ്ട്. ക്ലിയർ? സോ ഫിനാൻഷ്യൽ ഡിസിഷൻസ് കൺസേൺഡ് വിത്ത് സെലക്ഷൻ ഓഫ് ദി സോഴ്സ് ഓഫ് ഫിനാൻസ്. ക്ലിയർ? എന്താണ് സോഴ്സ് ഓഫ് ഫിനാൻസ്? ഡെപ്റ്റ് വേണോ, ഇക്വിറ്റി വേണോ? ക്ലിയർ? അല്ലെങ്കിൽ ഷോർട്ട് ടേം ലോങ് ടേം ആണെങ്കിൽ ലോങ് ടേമിൽ ഡെപ്റ്റോ ഇക്വിറ്റിയോ അല്ലേ, അല്ലെങ്കിൽ ഡെപ്റ്റ് തന്നെയാണെങ്കിൽ ഡിബഞ്ചർ വേണോ, ബോണ്ട് വേണോ, അല്ലെങ്കിൽ ടേം ലോൺ വേണോ, പ്രിഫറൻസ് ഷെയർ വേണോ? ക്ലിയർ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഷോർട്ട് ടേം ആണെങ്കിലോ ക്യാഷ് ക്രെഡിറ്റ് ആണോ, ഓവർ ഡ്രാഫ്റ്റ് ആണോ, അല്ലെങ്കിൽ ഷോർട്ട് ടേം ലോൺസ് മതിയോ? ക്ലിയർ? അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള ഫെസിലിറ്റീസ് നമ്മൾ അവൈൽ ചെയ്യണോ? ക്ലിയർ? ഇതിനെക്കുറിച്ചൊക്കെ തീരുമാനം എടുക്കാം. So usually company makes capital through different sources. Clear? So it has to select best source of finance. ഓരോ സോഴ്സസിനും എന്തുണ്ട് അല്ലേ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഫണ്ടമെൻ്റൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് പഠിക്കാൻ നമ്മൾ പഠിച്ചു അല്ലേ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ക്ലിയർ? കോസ്റ്റിൻ്റെ ചെറിയൊരു കാര്യങ്ങളൊക്കെ പഠിച്ചു. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി അല്ലേ, നമ്മൾ നമുക്ക് പറയണ്ടായി. കോസ്റ്റ് ഡെറ്റ് എന്നൊക്കെ നമ്മൾ സൂചിപ്പിക്കേണ്ടായി. അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് ഇപ്പം ഇതിൽ പഠിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഓരോ ക്യാപിറ്റലിനും വരുന്ന കോസ്റ്റ് എന്താണ്? ക്ലിയർ? അതെങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക? അതിനനുസരിച്ചുള്ള റിസ്ക് എന്താണ്? ഓക്കെ, അപ്പോൾ ഇതിനനുസരിച്ച് വേണം തീരുമാനങ്ങൾ എടുക്കാൻ. ക്ലിയർ? സോ ഇക്വിറ്റിയും ഡെപ്റ്റിനും ഒക്കെ എന്തുണ്ട്? കോസ്റ്റ് ഉണ്ട്. ക്ലിയർ? അപ്പോൾ ഇതിനനുസരിച്ചിട്ട് നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എന്താ ക്യാപിറ്റൽ സ്ട്രക്ചർ? കോമ്പോസിഷൻ ഓഫ് ക്യാപിറ്റലിനെയാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ കൊണ്ട് മീൻ ചെയ്യുക. എന്തെല്ലാം ഐറ്റംസ് ഉൾപ്പെടുന്നതാണ് നമ്മുടെ ക്യാപിറ്റൽ, അതിനാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പോൾ കുറച്ച് ഡെപ്റ്റ്, കുറച്ച് പ്രിഫറൻസ്, കുറച്ച് ഇക്വിറ്റിയൊക്കെ വരുമ്പോൾ ഇതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ക്ലിയർ? കോമ്പോസിഷൻ, മിക്സ്ചർ ഓഫ് ക്യാപിറ്റൽ. ക്ലിയർ?
അപ്പോൾ ഈ കോമ്പോസിഷൻ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി നമുക്ക് എന്ത് പ്രപ്പോർഷൻ ഉപയോഗിക്കാം? കംപ്ലീറ്റ് ഇക്വിറ്റി വേണോ, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഡെപ്റ്റ് വേണോ, അല്ലെ അത് സാധ്യമാണോ, അല്ലെങ്കിൽ ഇക്വിറ്റി എത്ര വേണം, ഡെപ്റ്റ് എത്ര വേണം, പ്രിഫറൻസ് എത്ര വേണം, ക്ലിയർ, ടേം ലോൺ എത്രയാവാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡിസൈഡ് ചെയ്യുക. അങ്ങനെ ഡിസൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണം? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നോക്കേണ്ടി വരും, ക്ലിയർ, റിട്ടേണിനെ കുറിച്ച് നോക്കേണ്ടി വരും, റിസ്കിനെ കുറിച്ച് നോക്കേണ്ടി വരും. ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു ഡിസിഷൻ എടുക്കുക. ക്ലിയർ, ക്യാപിറ്റൽ സ്ട്രക്ചർ ഐഡിയൽ ആയിട്ടുള്ള ഓപ്റ്റിമം ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ നിശ്ചയിക്കുക. സോ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഫിനാൻസിങ് ഡിസിഷൻ. ക്ലിയർ, ഫിനാൻസിങ് ആണ്, ഫിനാൻഷ്യൽ അല്ല. ക്ലിയർ, അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷനായിട്ടാണ് എന്ത് വരുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഫിനാൻസിങ് ഡിസിഷൻ ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ. ക്ലിയർ, ഓക്കെ. അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങളായി. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ തീരുമാനിച്ചു, അതിനുവേണ്ട സോഴ്സസ് ഒക്കെ നിശ്ചയിച്ചു. ഇനി എന്താണ് അടുത്ത പ്രധാനമായിട്ടുള്ള ഒരു ഡിസിഷൻ ഏരിയ? സോ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഡിവിഡൻഡ് ഡിസിഷൻ. ക്ലിയർ, എന്താണ് ഡിവിഡൻഡ് ഡിസിഷൻസ്? നമുക്കറിയാം, ഒരു ബിസിനസ് ക്യാപിറ്റൽ റേസ് ചെയ്ത് അസറ്റ്സ് ഒക്കെ അക്വയർ ചെയ്ത് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്ത് കിട്ടും? റവന്യൂ കിട്ടും. ഈ റവന്യൂ കിട്ടുന്നത് അല്ലേ ഒരു പ്രത്യേക പീരീഡ് കഴിയുമ്പോൾ നമുക്ക് ലാഭമോ നഷ്ടമൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും അല്ലേ. ഇങ്ങനെ ഫിനാൻഷ്യൽ പെർഫോമൻസസ് അനലൈസ് ചെയ്തുകൊണ്ട് ബിസിനസ് റിസൾട്ട് മനസ്സിലാക്കുമ്പോൾ അല്ലേ, SOPL, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ലാഭമോ നഷ്ടമോ കിട്ടും. കിട്ടിയിരിക്കുന്ന ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും ആർക്കുള്ളതാ? ഓണേഴ്സിനുള്ളതാണ്. ആരാണ് കമ്പനികളുടെയൊക്കെ ഓണേഴ്സ്? ഷെയർ ഹോൾഡേഴ്സാണ് അല്ലേ. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിലേക്ക് എന്ത് ചെയ്യണം? അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ക്ലിയർ, ഇവിടെ ഇങ്ങനെ മിക്കവാറും ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ് തന്നെ പ്രോഫിറ്റ് മേക്കിംഗ് ആയതുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ ഡിവിഡൻഡ് ഉണ്ടാകും. ക്ലിയർ, ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ലാഭത്തിലുള്ള വിഹിതത്തിന് പറയുന്ന പേരാണ് ലാഭവിഹിതം അല്ലേ, അല്ലെങ്കിൽ ഡിവിഡൻഡ്. സോ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ ബിസിനസ്സിൻ്റെ കൈവശമുള്ള പ്രോഫിറ്റിനെ ക്ലിയർ കുറച്ച് റീറ്റെയിൻ ചെയ്യണം, കുറച്ച് ഡിവിഡൻ്റായിട്ട് കൊടുക്കണം. മുഴുവനും ഡിവിഡൻ്റായിട്ട് കൊടുത്താലോ ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾക്ക്, ഫ്യൂച്ചറിലുള്ള പ്രവർത്തനങ്ങൾക്ക് പൈസ ഉണ്ടാവില്ല അല്ലേ. മുഴുവനായിട്ടും റീറ്റെയിൻ ചെയ്താലോ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഷെയർ ഹോൾഡേഴ്സിന് റിട്ടേൺ ഒന്നും കിട്ടില്ല. അപ്പോൾ എന്തിനാണ് നമ്മൾ ഒരു ഫിനാൻഷ്യൽ മാനേജറെ സംബന്ധിച്ചിടത്തോളം, ഫിനാൻസിനെ സംബന്ധിച്ചിടത്തോളം അല്ലേ, കിട്ടിയിരിക്കുന്ന പ്രോഫിറ്റിനെ, ഇതിനെ നമ്മൾ സർപ്ലസ് എന്നാണ് പറയുക, പ്രോഫിറ്റ്. ഈ സർപ്ലസിനെ അല്ലെങ്കിൽ പ്രോഫിറ്റിനെ ക്ലിയർ ഷുഡ് ബി ഡിവൈഡഡ് ഇൻ ബിറ്റ്വീൻ അല്ലേ റീറ്റെയിൻഡ് ഏർണിംഗ്. റീറ്റെയിൻഡ് ഏർണിംഗ് എത്ര റീറ്റെയിൻ ചെയ്യണം? പ്ലോയിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയും. പ്ലോവിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്. ക്ലിയർ, റിസർവ് ആക്കി എത്ര എടുത്ത് വയ്ക്കണം, ഡിവിഡൻ്റായിട്ട് എത്ര കൊടുക്കണം. ക്ലിയർ, ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. സേ ഫോർ എക്സാമ്പിൾ 60% റീറ്റെയിൻ ചെയ്യുന്നു, അപ്പം നമുക്ക് 40% ഡിവിഡൻ്റായിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ 80% ഡിവിഡൻ്റായിട്ട് കൊടുക്കുന്നു, അപ്പോൾ 20% റിറ്റെയിൻ ചെയ്യാൻ പറ്റും. ക്ലിയർ, ഇങ്ങനെ റീറ്റൻഷൻ റേഷ്യോ, ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. ക്ലിയർ, പേ ഔട്ട് എന്നാണ് പറയുക. ഡിവിഡൻഡ് കൊടുക്കുന്നത് നമ്മൾ അതിനെന്ത് പറയും? പേ ഔട്ട്. ക്ലിയർ, റീറ്റെയിൻ ചെയ്യുന്നത് എന്ത് പറയും? റീറ്റൻഷൻ. ക്ലിയർ, അപ്പോൾ റീറ്റൻഷനും പേ ഔട്ടും തമ്മിലുള്ള റേഷ്യോ, പ്രപ്പോർഷൻ നിശ്ചയിക്കുക. അപ്പോൾ അതെങ്ങനെ നിശ്ചയിക്കും? അതിന് ചില കൺസിഡറേഷൻ ഉണ്ട്. ക്ലിയർ, ഒരു ഫേമിൻ്റെ ഏർണിംഗ് കപ്പാസിറ്റി എന്താണ്, അതിന് ഇൻഡസ്ട്രി ആവറേജുമായിട്ട് കൂടുതലാണോ കുറവാണോ, നോർമൽ റിട്ടേണിനേക്കാളും കൂടുതൽ റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടോ. ക്ലിയർ, ഇതിനെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് ബിസിനസ്സിൻ്റെ ഷെയർസിന് അല്ലെങ്കിൽ കമ്പനിയുടെ ഷെയറിൻ്റെ പ്രൈസ് കൂടാനോ കുറയാനോ സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ അനുസരിച്ചുകൊണ്ട് നമ്മൾ തീരുമാനം എടുക്കണം. ക്ലിയർ, അങ്ങനെ എടുക്കുമ്പോൾ അതിൻ്റെ ഓപ്റ്റിമം പേ ഔട്ട് റേഷ്യോ നമുക്ക് എത്താൻ പറ്റും. ക്ലിയർ, അപ്പോൾ ഇത് ഒരു ഡിവിഡൻഡ് ഡിസിഷൻ എടുക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അങ്ങനെയാണെങ്കിൽ ക്ലിയർ, ഒരു ഫിനാൻസ് ഫംഗ്ഷൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യണം? ഹൗ മച്ച് പ്രോഫിറ്റ് ഷുഡ് ബി റീറ്റെയിൻ ആൻഡ് ഹൗ മച്ച് പ്രോഫിറ്റ് ഷുഡ് ബി പെയ്ഡ് ആസ് ഡിവിഡൻഡ്. ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണം. ഇതിനെയാണ് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുക. ക്ലിയർ, സോ ഇത്രയും തീരുമാനങ്ങൾ എടുക്കുന്നതാണ് വേറൊരു പ്രധാനപ്പെട്ട ഏരിയ. നാലാമത്തെ ഏരിയ എന്ന് പറയുന്നത്, നാലാമത്തെ ഏരിയ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒഴിവാക്കാൻ, കാരണം ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് വർക്കിംഗ് ക്യാപിറ്റലുമായി ബന്ധപ്പെട്ടത്. സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആയിട്ട് നോക്കുകയാണെങ്കിൽ ലിക്വിഡിറ്റി ഡിസിഷൻ എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് ലിക്വിഡിറ്റി ഡിസിഷൻ. എന്താ ലിക്വിഡിറ്റി ഡിസിഷൻ? So liquidity decision is concerned with management of current assets. കറണ്ട് അസറ്റ്സിനെ മാനേജ് ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറയുക. ക്ലിയർ, അത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ്റെ ഭാഗമാണ്. പക്ഷേ പലപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുമ്പോൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് മാത്രമേ പറയാറുള്ളൂ, ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിനെ കുറിച്ച് മാത്രമേ പറയാറുള്ളൂ. അങ്ങനെയാണെങ്കിൽ ലിക്വിഡിറ്റി ഡിസിഷൻ അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് ഒരു സെപ്പറേറ്റ് ഡിസിഷൻ ഏരിയ ആയിട്ട് പറയാം. അതല്ല
ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനിൽ രണ്ടും നമ്മൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇവിടെ ലിക്വിഡിറ്റി ഡിസിഷൻ ഈ നാലാമത്തായിട്ട് വേണ്ട. ക്ലിയർ? അപ്പോൾ ലിക്വിഡിറ്റി ഡിസിഷൻ എന്തിൻ്റെ ഭാഗമാണ്? ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ്റെ ഭാഗമാണ്, പക്ഷേ ഷോർട്ട് ടേം ആണ്. ക്ലിയർ? പക്ഷെ അവിടെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിനെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് സാധാരണ പറയൂ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ക്ലിയർ? ലിക്വിഡിറ്റി എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ഫംഗ്ഷനായിട്ട് പറയും. ഓക്കെ, സോ ഹിയർ ഇറ്റ് ഈസ് ബീങ് വ്യൂഡ് ആസ് എ സെപ്പറേറ്റ് ഫംഗ്ഷൻ, സെപ്പറേറ്റ് ഡിസിഷൻ ഏരിയ. ഓക്കെ, സോ ലിക്വിഡിറ്റി ഡിസിഷൻ കറണ്ട് അസസിനെ മാനേജ് ചെയ്യുക. ക്ലിയർ? ഇങ്ങനെ കറണ്ട് അസസിനെ മാനേജ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് എന്തുകൂടെ പറയും? വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്നും കൂടെ പറയും. ക്ലിയർ? ലിക്വിഡിറ്റി ഡിസിഷൻ ഈസ് കൺസേൺ വിത്ത് ഷോർട്ട് ടേം ഫണ്ട്സ്. ക്ലിയർ? അതിനെ മാനേജ് ചെയ്യുക. ക്ലിയർ? സോ ഷോർട്ട് ടേം സർവൈവൽ ഈസ് ദി പ്രീ റിക്വസിറ്റ് ഫോർ ലോങ് ടേം സർവൈവൽ. ക്ലിയർ? ലിക്വിഡിറ്റി മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, ലിക്വിഡിറ്റി കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ എല്ലാ പ്രവർത്തനങ്ങളും തടസ്സപ്പെടും, ഫ്യൂച്ചറിലുള്ള ലോങ് ടേം പ്രവർത്തനങ്ങളും തടസ്സപ്പെടും. അതുകൊണ്ട് എന്ത് ചെയ്യണം? എപ്പോഴും നമുക്ക് ആവശ്യമായുള്ള ക്യാഷ് റിസോഴ്സസ് നോക്കി ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ക്യാഷ് റിസോഴ്സ് ആവശ്യത്തിന് വേണം, അല്ലേ? റീപേയിങ് എബിലിറ്റി വേണം. ക്ലിയർ? അതുപോലെ തന്നെ കറണ്ട് അസസിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം. ഇൻവെൻട്രി, ഡെപ്റ്റേഴ്സ്, ക്യാഷ്, ഇതിനൊക്കെ മാനേജ് ചെയ്യുക. അപ്പോൾ ഇത്രയും 3 കാര്യങ്ങൾ മാനേജ് ചെയ്താൽ തന്നെ പ്രധാനമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലിക്വിഡിറ്റി മാനേജ് ചെയ്യാൻ. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൽ പ്രധാനമായിട്ടും അല്ലെങ്കിൽ കറണ്ട് അസറ്റ്സ് മാനേജ്മെൻറ്റിൽ വരുന്ന 3 ആസ്പെക്റ്റാണ് ഡെറ്റേഴ്സ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ റിസീവബിൾസ് മാനേജ്മെൻറ്റ് എന്നുകൂടെ പറയും. രണ്ടാമത്തെ എന്താ? സ്റ്റോക്ക് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറയും. മൂന്നാമത്തെ എന്താ? ക്യാഷ് മാനേജ്മെൻറ്റ്, ക്യാഷ് ബാലൻസ് മാനേജ് ചെയ്യുക. ക്ലിയർ? ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് അസറ്റ്സിനെ മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ലിക്വിഡിറ്റി കൺസേൺസ് അല്ലെങ്കിൽ ലിക്വിഡിറ്റി ഡിസിഷനിൽ പ്രധാനമായിട്ടും വരിക. ഇനി അടുത്ത കാര്യം എന്താ? ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെയുള്ള കറണ്ട് അസറ്റ്സിന് വേണ്ടിയുള്ള ഫണ്ടുകൾ നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഓക്കെ, ഇപ്പോൾ ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫണ്ട് എന്തൊക്കെയാണ്, എവിടെ നിന്നൊക്കെ അത് പ്രൊക്വയർ ചെയ്യാം, അതിനെങ്ങനെ മാനേജ് ചെയ്യാം, ഏത് ഫണ്ടാണ്, ഏത് സോഴ്സ് ഓഫ് ഫണ്ടാണ് നമുക്ക് ഏറ്റവും നല്ലത്? ക്ലിയർ? ഇങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുക്കുമ്പോൾ അതിനെ ലിക്വിഡിറ്റി ഡിസിഷൻ എന്ന് പറയാം. അപ്പോൾ ഇതാണ് വേറൊരു പ്രധാനപ്പെട്ട ഘടകം. ഓക്കെ, ഇങ്ങനെ 3 അല്ലെങ്കിൽ 4 പ്രധാനപ്പെട്ട ഡിസിഷൻ ഏരിയ ആണ് ഫിനാൻസിനുള്ളത്. ഇത് ഫിനാൻസിൻ്റെ ഡിസിഷൻ ഏരിയ ചോദിച്ചാലോ, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷൻ ഏരിയ ചോദിച്ചാലോ, സ്കോപ്പ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് ചോദിച്ചാലോ, ക്ലിയർ? സ്കോപ്പ് ഓഫ് ബിസിനസ് ഫിനാൻസ് എന്ന് ചോദിച്ചാലോ, ഫങ്ഷൻസ് ഓഫ് ബിസിനസ് മാനേജ്മെൻറ്റ് എന്ന് ചോദിച്ചാലോ ഒക്കെ നമുക്ക് എഴുതാൻ പറ്റും. ക്ലിയർ? ഇങ്ങനെ ഒരു ഏരിയ ആണ് ഡിസിഷൻ ഏരിയ എന്ന് ചോദിച്ചാലൊക്കെ എഴുതാൻ പറ്റും. ഓക്കെ, ഈ ഓരോ ഡിസിഷൻസ് തമ്മിലും ഇൻ്റർ റിലേഷൻഷിപ്പ് ഉണ്ട്. ക്ലിയർ? ഒരു ഡിസിഷൻ മറ്റൊരു ഡിസിഷനെ സ്വാധീനിക്കുന്നു. ഒരു ഡിസിഷൻ എടുത്തിട്ടേ വേറൊരു ഡിസിഷനിലേക്ക് പോകാൻ പറ്റൂ, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ്റെ പെർഫോമൻസ് മറ്റൊരു ഡിസിഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇങ്ങനെ പരസ്പരം ഇൻ്റർ റിലേറ്റഡും ഇൻ്റർ ഡിപ്പെൻഡൻറ്റും ആയിട്ടുള്ള ഫങ്ഷൻസാണ്, ഡിസിഷൻ ഏരിയ ആണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള 4 കാര്യങ്ങളും അല്ലെങ്കിൽ 3 കാര്യങ്ങളും. ക്ലിയർ? അപ്പോൾ അതിൻ്റെ ഇൻ്റർ ഡിപ്പെൻഡൻസ് കാണിക്കുന്ന ഒരു ഡയഗ്രമാണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ? ഓക്കെ, എന്താണ് ഇവിടെ പ്രധാനമായിട്ടും 3 ഡിസിഷൻ ഏരിയ കൊടുത്തിട്ടുള്ളൂ. ക്ലിയർ? ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഇവിടെ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിനെയും വർക്കിംഗ് ക്യാപിറ്റലിനെയും രണ്ടും ഒന്നിച്ചിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ക്ലിയർ? ദെൻ ഫിനാൻസിങ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ. ക്ലിയർ? ഇത് നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ക്ലിയർ? ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഡിസിഷൻ ഏരിയ 3 എണ്ണമായി. ഓക്കെ, ഈ 3 എന്താ? പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു? ക്ലിയർ? അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ക്ലിയർ? ഇവിടെ ഈ 3 തരത്തിലുള്ള ഡിസിഷൻ എടുക്കുമ്പോൾ എന്ത് വരാം? ദർ വിൽ ബി റിസ്ക്. ക്ലിയർ? ദർ വിൽ ബി റിട്ടേൺ. അല്ലേ? ഇതിനെ നമുക്ക് വേറെ എങ്ങനെ പറയാം? ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുമ്പോൾ റിസ്ക്കും ഉണ്ട്, റിട്ടേണും ഉണ്ട്. ക്ലിയർ? ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ്റെ ഫലമായി റിട്ടേണും കിട്ടും, റിസ്ക്കും വരും. അതുപോലെ തന്നെ ഫിനാൻസിങ് ഡിസിഷൻ എടുക്കുമ്പോൾ ക്ലിയർ റിസ്ക്കും വരും, റിട്ടേണും കിട്ടും. ഡിവിഡൻഡ് ഡിസിഷൻ എടുക്കുമ്പോഴും റിസ്ക് ഉണ്ട്, അതുപോലെ തന്നെ റിട്ടേണും കിട്ടും. ക്ലിയർ? ഓക്കെ, അങ്ങനെ ആയതുകൊണ്ട് റിസ്ക്കും റിട്ടേണും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ, തമ്മിൽ എന്തുണ്ട്? ബന്ധമുണ്ട്. എന്താ ബന്ധം? റിസ്ക് കൂടുന്തോറും റിട്ടേൺ എന്ത് ചെയ്യും? കൂടും. റിസ്ക് കുറയും തോറും റിട്ടേൺ എന്ത് ചെയ്യും? കുറയും. ക്ലിയർ? റിസ്ക്കും റിട്ടേണും പോസിറ്റീവ് കോറിലേറ്റഡ് ആണ് അല്ലേ, ഡയറക്റ്റ്ലി റിലേറ്റഡ് ആണ്, ഡയറക്റ്റ്ലി കോറിലേറ്റഡ് ആണ്. അതുകൊണ്ട് ക്ലിയർ ഈ റിസ്കിനെയും റിട്ടേണിനെയും നമ്മൾ എന്ത് ചെയ്യണം? ക്ലിയർ? നമുക്ക് കൂടുതൽ റിസ്ക് ഏറ്റെടുക്കാനും പറ്റില്ല അല്ലേ,
പക്ഷെ കുറഞ്ഞ റിട്ടേൺ കിട്ടാനും പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വി നീഡ് ടു സ്ട്രൈക്ക് എ മിഡ് വേ അല്ലേ? മിഡ് വേ എന്ന് പറഞ്ഞാൽ എന്താ? ബാലൻസിങ് ചെയ്യണം. എന്താ ബാലൻസിങ് അല്ലേ? ഇതിനെ ഓപ്റ്റിമൈസ് ചെയ്യണം. ക്ലിയർ? എന്താ ഓപ്റ്റിമൈസേഷൻ? കുറഞ്ഞ റിസ്കിൽ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും കുറഞ്ഞ റിസ്കിൽ ഏറ്റവും നല്ല റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. ക്ലിയർ? ഇറ്റ് വിൽ നോട്ട് ബി ദ മാക്സിമം റിട്ടേൺ, it will not be the maximum risk that we are taking, but it will be an optimum way, optimum level by which, clear, we will get maximum benefits with a minimum cost. Okay, ഈ മാക്സിമം ബെനിഫിറ്റ് വിത്ത് എ മിനിമം കോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? അപ്പോൾ അവിടെ റിസ്ക് വളരെ കുറവായിരിക്കാം അല്ല, അതിൻ്റെ അർത്ഥം ഏറ്റവും കുറഞ്ഞൊന്നുമല്ല, കാരണം അപ്പോൾ റിട്ടേണും കുറയും. പക്ഷെ റിട്ടേൺ അത്രയും കുറയിക്കാതെ ഒരു മിനിമം ലെവൽ ഓഫ് റിസ്ക് ഏറ്റെടുക്കുക, അതിൽ നിന്ന് മാക്സിമം റിട്ടേൺ ഉണ്ടാക്കിയെടുക്കുക അല്ലേ? അങ്ങനെയാണെങ്കിൽ റിസ്കിനെയും റിട്ടേണിനെയും തമ്മിൽ എന്ത് ചെയ്യണം? നമുക്കൊരു ബാലൻസിങ് ചെയ്യണം. ഇങ്ങനെ ചെയ്യുന്ന ബാലൻസിങ്ങിനെ പറയുന്ന പേരാണ് റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ്. ക്ലിയർ? റിസ്കിനും റിട്ടേണും പരസ്പരം എന്ത് ചെയ്യുന്നു? ട്രേഡ് ഓഫ് ചെയ്യും, ബാലൻസിങ് ചെയ്യിക്കുന്നു. ക്ലിയർ? അപ്പോൾ ഇതാണ് ഇവിടെ റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് വരുന്നത്. ഈ റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു അച്ചീവ് അവർ ബേസിക് ഗോൾ. ഈ ഗോളിനെ കുറിച്ച് നമ്മൾ പിന്നീട് നോക്കുന്നുണ്ട്. എന്താണ് ഗോള്? മാക്സിമൈസേഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് ഓർ വാല്യൂ ഓഫ് ഫേമിൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യുക, ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക. ക്ലിയർ? അപ്പോൾ നമുക്ക് സിംപ്ലി എങ്ങനെ പറയാം? ഷെയർ ഹോൾഡേഴ്സിൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യുന്നതിന് വേണ്ടി, വെൽത്ത് മാക്സിമൈസ് ചെയ്യുന്നതിന് വേണ്ടി, ബിസിനസ്സിൻ്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യുന്നതിന് വേണ്ടി, വെൽത്ത് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി റിസ്കിനെയും റിട്ടേണിനെയും അല്ലേ ട്രേഡ് ഓഫ് ചെയ്തുകൊണ്ട്, ഓപ്റ്റിമൈസ് ചെയ്തുകൊണ്ട്, ക്ലിയർ, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനും ഫിനാൻസിങ് ഡിസിഷനും ഡിവിഡൻഡ് ഡിസിഷനും എടുക്കുക. അങ്ങനെ എടുക്കുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ഫിനാൻസ് വേണം. ഫിനാൻസ് അല്ലേ, നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ റിസ്ക് ഉണ്ടാവും, റിട്ടേൺ ഉണ്ടാവും അല്ലേ? ആ റിട്ടേൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ഉപയോഗിക്കണം? ഡിവിഡൻഡ് കൊടുക്കണം. ക്ലിയർ? അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഇതൊക്കെ പരസ്പരം എന്താണ്? പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ? അങ്ങനെ ഇൻ്റർ റിലേറ്റഡും ഇൻ്റർ ഡിപ്പെൻഡൻറ്റുമായിട്ടുള്ള ഫങ്ഷണൽ ഏരിയാസാണ് എന്തിൽ വരുന്നത്? ഫിനാൻസിൽ വരുന്നത്. ക്ലിയർ? അതിൻ്റെ ഇൻ്റർ റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡയഗ്രാം കൊടുത്തിരിക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഇവിടെ സ്കോപ്പ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ സിംപ്ലി ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എഴുതിയിട്ട് ക്ലിയർ ഈ ഡയഗ്രാം വേണമെങ്കിൽ വരച്ച് വയ്ക്കാം. റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫിനെ കുറിച്ച് ചോദിച്ചാലും ഈ ഡയഗ്രാം വരച്ച് വയ്ക്കാം, എന്നിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ക്ലിയർ? ബിസിനസ്സിൻ്റെ ഫിനാൻസ് ഫങ്ഷൻസിനെ കുറിച്ച് ചോദിച്ചാലും നമുക്ക് ഈ ഡയഗ്രാം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഗോൾ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ കുറിച്ച് ചോദിച്ചാലും നമുക്ക് ഈ ഡയഗ്രാം വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ക്ലിയർ? അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക. ക്ലിയർ? ഈ ഡയഗ്രാം നമുക്ക് ആൾട്ടർനേറ്റീവ് എങ്ങനെ വരയ്ക്കാൻ പറ്റും? ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറഞ്ഞിട്ടും ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറഞ്ഞിട്ടും ഡിവിഡൻഡ് ഡിസിഷൻ പറഞ്ഞിട്ട് അല്ലേ കോമൺ ആയിട്ടൊരു പോയിന്റിൽ നമ്മളിവിടെ ഇങ്ങനെ കൊടുത്തു. ക്ലിയർ? ഇങ്ങനെ കൊടുക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഇതില്ല എന്ന് വയ്ക്കുക, ഇത്രയും പോർഷൻ ഇല്ല. ക്ലിയർ? ഇതില്ലാത്ത രീതി. അല്ല ഇവിടുത്തെ ബോക്സും ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ വരും? ഇങ്ങനെ വരികയാണെങ്കിൽ ഇത് എഴുതിയ ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനിൽ റിസ്ക് ഉണ്ട്, റിട്ടേണും ഉണ്ട്. ക്ലിയർ? ഫിനാൻസിങ് ഡിസിഷൻസിലും റിസ്ക് ഉണ്ട്, റിട്ടേൺ ഉണ്ട്. ഡിവിഡൻഡ് ഡിസിഷൻസിലും റിസ്ക് ഉണ്ട്, റിട്ടേൺ ഉണ്ട്. ഓക്കെ, ഇങ്ങനെ നമുക്ക് ലൈൻ വരയ്ക്കാൻ പറ്റും. ഓക്കെ, ദെൻ ഇനി റിസ്ക് റിട്ടേൺ തമ്മിൽ ട്രേഡ് ഓഫ്. ഓക്കെ, ദെൻ ഇത് രണ്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എന്തായി? ഗോൾ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ദാറ്റ് ഈസ് മാക്സിമൈസേഷൻ ഓഫ് വാല്യൂ. ഓക്കെ, ഇങ്ങനെയും വരയ്ക്കാം. നിങ്ങളൊന്ന് നോട്ട്ബുക്കിൽ വരച്ച് നോക്കുക, ഡയഗ്രാം മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ.